ഷിജോ, എന്താണ് പത്തനംതിട്ടയിലെ സാഹചര്യം? ഇത് തോന്നുന്നു നിലവിൽ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും 65% പോളിംഗ് ഇതിനോടകം രേഖപ്പെടുത്തിയെന്നാണ്. നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് അവിടെ പോളിംഗ് പെർസെന്റേജ്. പക്ഷെ അന്തിമ കണക്കല്ല. എന്താണ് അങ്ങനെ പോളിംഗ് കുറയാൻ കാരണം എന്നതിലൊക്കെയുള്ള ചിന്തകൾ അത് ഈ വിവിധ പാർട്ടികൾ നടത്തുന്നുണ്ടോ ഇതിനോടകം? സ്വാഭാവികമായിട്ടും പോളിംഗ് കുറയാനിടയായ സാഹചര്യം രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുക തന്നെ ചെയ്യും. നിലവിൽ എന്തായാലും നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്ക് പ്രകാരം, ഇതുവരെയുള്ള കണക്ക് പ്രകാരം 66.22% പോളിംഗ് ആണ് പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് അന്തിമമായിട്ടുള്ള കണക്കല്ല. കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 7:30 മണിയോട് കൂടിയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് നമുക്ക് ലഭ്യമാകുക. നിലവിൽ പത്തനംതിട്ടയിൽ സമാധാനപരമായിരുന്നു പോളിംഗ്. എല്ലാ സ്ഥലത്തും ഒരു സ്ഥലത്ത് പോലും അനിഷ്ട സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എല്ലായിടത്തും കൃത്യം 6 മണിക്ക് തന്നെ ആളുകൾ വന്ന് പോൾ ചെയ്ത് അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുന്ന സാഹചര്യം തന്നെയാണ് നമ്മൾ കണ്ടത്. നമുക്കിപ്പോൾ തന്നെ കാണാം, ഓരോ സ്കൂളിലും ഈ പോളിംഗ് പ്രക്രിയകളൊക്കെ അവസാനിപ്പിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങുന്നു, മറ്റ് ബൂത്ത് ഏജന്റുമാർ പുറത്തൊക്കെ കാത്തു നിൽക്കുകയാണ്. നിലവിൽ എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ 66.22% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പക്ഷേ കഴിഞ്ഞ തവണ അത് ഏതാണ്ട് 69%. 2020 69-ഉം 2015 അത് 70%. ഇത് ക്രമേണ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിനകത്ത് കഴിഞ്ഞ തവണ 69 ആയിരുന്നുവെങ്കിൽ ഇത് 68% വരെയെങ്കിൽ പോകാനുള്ളൊരു സാധ്യതയെ നിലവിൽ കാണുന്നുള്ളൂ. നിലവിൽ എന്തായാലും നമുക്ക് ലഭ്യമായ കണക്ക് പ്രകാരം 66% മാത്രമാണ് നിലവിലത്തെ പോളിംഗ്. അത് ഏറിയാൽ ഒരുപക്ഷെ 68-ലേക്ക് വരെ പോയേക്കാം. പക്ഷേ ഇതിലെടുത്ത് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ട ജില്ലയിലെ നഗരസഭകളിലെ പോളിംഗ് ആണ്. പത്തനംതിട്ട നഗരസഭയിൽ 4 നഗരസഭകളിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. അവിടെ 63% പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പത്തനംതിട്ട നഗരസഭയിൽ 67%. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അടൂരിലും താരതമ്യേന കുറവല്ലാത്ത, അല്ലെങ്കിൽ 60-ന് മുകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കുറവ് തിരുവല്ലയിലാണ്. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പന്തളം നഗരസഭയിൽ 70%-ന് മുകളിലേക്ക് പോളിംഗ് പോയിട്ടുണ്ട്. അവിടെയാണ് അത് ആർക്ക് ഭരണത്തിന് അനുകൂലമായിട്ടുള്ള കാറ്റാണ് പന്തളം നഗരസഭയിൽ വീശിയിട്ടുള്ളത് എന്നുള്ളതുകൂടി അറിയേണ്ടതുണ്ട്. കാരണം അവിടെ BJP ആണ് നിലവിൽ ഭരിക്കുന്നത്. അപ്പോൾ അങ്ങേയറ്റം കൂട്ടിക്കിഴിക്കലും കണക്കും കൂട്ടിക്കലുമായിട്ട് മുന്നണികൾ ഇതിനോടകം മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഒരു 68%-ലേക്ക് പോകാൻ മാത്രമുള്ള സാധ്യതയാണ് പത്തനംതിട്ട ജില്ലയിലെ പോളിംഗിന്റെ ഒരു കണക്ക്. ഷിജോ കുര്യനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഷിജോ പറയുന്നതനുസരിച്ച് 70-ലേക്ക് പോകാൻ സാധ്യത കുറവാണ്. അന്തിമ കണക്ക് വന്നിട്ടില്ല എങ്കിലും ഒരു 68%-ഓളം പോളിംഗ് ഉണ്ടാകും മൊത്തത്തിലെന്നാണ് പത്തനംതിട്ടയിലെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ഷിജോ കുര്യൻ നൽകിയ റിപ്പോർട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.